ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൻ. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് രായി കൊണ്ട് ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കാം, ഒരേ ഒരു മാവ് കൊണ്ട് കേട്ടോ. അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 5 മണിക്കൂറോളം കുതിർത്തെടുത്ത പച്ചരിയിൽ ഞാൻ പച്ചരി 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1.5 കപ്പ് പച്ചരി എടുക്കാം. അപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സി ജാറിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. ഇതാ ഞാൻ 1.5 കപ്പ് കറക്റ്റ് മെഷർമെൻറ്റിൽ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ 1/2 കപ്പ് നമ്മളെ രാഗിയില്ലേ അതും വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഞാൻ എന്താ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരി കുതിർത്തതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ 1 കപ്പ് ഉഴുന്നാണ്. അപ്പോൾ ഇതാ 1 കപ്പ് ഉഴുന്നത് 5 മണിക്കൂറോളം കുതിർത്തെടുത്തതും കൂടി ഉണ്ട് കേട്ടോ. അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതാ 1.5 കപ്പ് പച്ചരിക്ക് 3/4 കപ്പോളം നമ്മുടെ രാഗി, അതിലേക്ക് 1 കപ്പ് ഉഴുന്ന്, ഇത്രയും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ എന്താ ഇതെല്ലാം കൂടി എടുത്ത് മിക്സി ജാറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓൾറെഡി അതിൽ ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് പൊന്തിയതിന് ശേഷം ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഈ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് ഒരല്പം ഒരു പിഞ്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്ത് നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂറോളം പൊങ്ങാൻ വെക്കണം. നന്നായിട്ട് സ്പൂണോ താഴെ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ച് 8 മണിക്കൂർ, അതായത് രാത്രി അരച്ച് വെച്ച് രാവിലെ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അടിച്ച് നന്നായിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഓർഗാനിക്കായിട്ട് നമുക്ക് നല്ല അടിപൊളി രാഗി ദോശ കഴിക്കാം. ഇപ്പോൾ ഞാൻ രാവിലെ ആയപ്പോൾ നമ്മൾ പാത്രം തുറന്ന് നോക്കി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത്, നേരത്തെ ഉപ്പ് ആഡാക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മാവ് ആദ്യം തന്നെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇത് ദോശ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം, രണ്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാവാണ് കേട്ടോ. എന്നാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ഇഡ്ഡലി ചുട്ട് കാണിച്ചു തരാം. ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ച് നന്നായി ആവി കയറിയപ്പോൾ ഞാനിതാ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ തവി വെച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലിയിലെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ രാഗി കൊണ്ടുള്ള ഇഡ്ഡലി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറും 1.5 കപ്പ് അരി മാത്രമല്ലേ ഉള്ളൂ. അതും അതിലേക്ക് ബാക്കിയൊക്കെ രാഗിയും ഉഴുന്നുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല ദോശത്തവ നന്നായി ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡോളം നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടണം. അപ്പോഴേക്കും ഒരു കുഞ്ഞ് ടീസ്പൂണോളം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ഒന്ന് തൂകി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ റെഡി. അധികം ക്വാണ്ടിറ്റിയൊന്നും നെയ്യൊന്നും എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസിൽ ആഡാക്കിയതാണ്. ഒരു കുഞ്ഞു പിഞ്ചൊക്കെ നെയ്യ് എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടറാണെങ്കിൽ ബട്ടർ എടുക്കാം, ബട്ടറാണ് ഏറ്റവും നല്ലത്.
എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ല നെരിഞ്ഞ നെയ് റോസ്റ്റ് പോലുള്ള നമ്മുടെ റാഗി ദോശ റെഡി. ഇനി ഇത് നല്ല ചമ്മന്തി കൂട്ടിയോ ചട്നി കൂട്ടിയോ സാമ്പാർ കൂട്ടിയോ എന്ത് കറി വേണമെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ റാഗി ദോശയ്ക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി കൂടി, ചട്നി പോലുള്ളൊരു ചമ്മന്തി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും റെഡി. ഇഡ്ഡലിയുടെ തണുപ്പായതിനു ശേഷം ഇതുപോലെ അടർത്തിയെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചട്നി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. കുറച്ച് സ്പൈസസും ആണ്, എന്നാലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ചട്നിയാണിത്. അതിനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങയ്ക്ക് ചിറക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടേബിൾ സ്പൂണോളം കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഒരു പീസ്, പിന്നെ വറ്റൽമുളക്, ഒരു തക്കാളിയുടെ പീസ്, ഇത്രയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പറഞ്ഞാൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സി ജാറിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവാക്കിയിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് അധികമൊന്നും വെള്ളം ചേർക്കരുത്. ഇത്തിരി കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. പിന്നെ ഇത് താളിപ്പോ ഒന്നും വേണ്ട, ഇതുപോലെ നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ കൂട്ടാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കൂടാതെ റാഗി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ റാഗി ദോശയും റാഗി ഇഡ്ഡലിയൊക്കെ, കൂടെ ഈ ചമ്മന്തിയും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്.